ഈശോ മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ശിഷ്യഗണത്തെ പ്രേക്ഷിത ദൗത്യത്തിന് അയക്കുകയും അവരുടെ ഈ സ്ലീഹന്മാരുടെ പ്രേക്ഷിത ദൗത്യം സുന്ദരമായി നടത്തപ്പെടുകയും ചെയ്യുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന സ്ലീഹാകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 2016 ജൂലൈ മാസം 26-ാം തീയതി ഫ്രാൻസിലെ ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വൃദ്ധ പുരോഹിതനായ ജാക്കോസ് ഹാമൽ, ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ജാക്കോസ് ഹാമൽ എന്ന് പറയുന്ന ഈ പുരോഹിതനെ വധിക്കുവാൻ വേണ്ടി രണ്ട് തീവ്ര ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരായ 18-ഉം 19-ഉം വയസ്സൊക്കെയുള്ള രണ്ട് ചെറുപ്പക്കാർ കടന്നു വരികയാണ്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഈ തീവ്രവാദികൾ ജാക്കോസ് ഹാമൽ എന്ന് പറയുന്ന വൃദ്ധ പുരോഹിതനെ അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്തുകൊണ്ട് കിരാതമായി അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തുന്ന ഒരു വാർത്ത ലോകം മുഴുവനും കേൾക്കുകയുണ്ടായി. വേണമെങ്കിൽ ആ തീവ്രവാദികളോട് സന്ധി ചേർന്നിരുന്നെങ്കിൽ തന്റെ ജീവൻ രക്ഷിക്കാമായിരുന്ന ആ പുരോഹിതൻ കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രതി, പരിശുദ്ധ കുർബാനയെ പ്രതി തന്നെ മുറിച്ചു നൽകിയ ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് അന്ന് ലോകം മുഴുവനും കേട്ടത്. ക്രിസ്തുവിനെ പ്രതി മുറിഞ്ഞോ മുറിയാതെയോ സുവിശേഷം പ്രഘോഷിക്കേണ്ടവനാണ് ഓരോ ശിഷ്യനും. ക്രിസ്തുവിനെ പ്രതി മുറിയപ്പെട്ടുകൊണ്ടോ മുറിയാതെയോ സുവിശേഷം പറയേണ്ടവനാണ് ഓരോ പുരോഹിതനും, അല്ലെങ്കിൽ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ടവനും, ഓരോ സമർപ്പിതനും, സന്യാസിയും സന്യാസിനിയും ഒക്കെ. ഇന്ന് ദൈവവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുക ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 20 മുതലുള്ള ദൈവവചന ഭാഗങ്ങളിൽ തന്റെ ദൂതനെ തനിക്ക് മുമ്പേ അയച്ചുകൊണ്ട് തന്റെ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്ന ദൈവമായ കർത്താവിനെയാണ്. തന്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൂതനെ നൽകിക്കൊണ്ട് അനുയോജ്യരായവരെ ജനത്തെ നയിക്കാൻ വേണ്ടി നൽകുമെന്നുള്ള ദൈവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. രണ്ടാമത്തെ വായനയിൽ യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിനവയിലെ ജനത്തെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി യോനായെ അയക്കുന്ന ദൈവം, യോന അവിടെ നിന്ന് മാറി താർഷിസിലേക്ക് പോകാൻ പരിശ്രമിക്കുമ്പോഴും ദൈവത്തിന്റെ ഹിതപ്രകാരം നിനവയിലെത്തുകയും ഒടുവിൽ തന്റെ മരണത്തിനു വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന യോനായോട് ഈ നിനവയോട് ഞാൻ കരുണ കാണിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഈ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഒരുക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. മൂന്നാമത്തെ വായനയിൽ, പ്രത്യേകിച്ച് ലേഖന വായനയിൽ നമ്മൾ കണ്ടുമുട്ടുക പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 15-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പറയുവാൻ, ഈശോയെ പ്രഘോഷിക്കുവാൻ സന്തോഷം കണ്ടെത്തുന്ന പൗലോസ് ശ്ലീഹായാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. ഈ 3 വായനകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് സുവിശേഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യഗണത്തെ, അപ്പസ്തോലന്മാരെ പ്രേക്ഷിത ദൗത്യം നൽകി അയക്കുന്ന ഈശോ മിശിഹായെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഈ ലൂക്കായുടെ സുവിശേഷം തന്നെ ഈ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയും ഇവരുടെ ശുശ്രൂഷകൾക്ക് ശേഷം തിരിച്ചു വരുന്നതിനെ കുറിച്ചുമൊക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. സമാന്തര സുവിശേഷങ്ങളിലൊക്കെയും ഈ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി അപ്പസ്തോലന്മാരെ അയക്കുന്ന ഈശോ മിശിഹായെ നമുക്ക് കണ്ടുമുട്ടുവാൻ വേണ്ടി സാധിക്കും. ഈ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ശിഷ്യഗണത്തിന് വേണ്ടി ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നടത്തുന്നുണ്ട്. തൻ്റെ സ്നേഹിതരെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തെരഞ്ഞെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ശക്തിപ്പെടുത്തി അധികാരം നൽകി അയക്കുന്ന ഈശോ മിശിഹ. അധികാരം നൽകിക്കൊണ്ട് പിന്നീട് ഒരു പ്രവർത്തനത്തിലേക്കാണ് ഈശോ മിശിഹ അവരെ നയിക്കുക. ഇന്നത്തെ വചനം നൽകുന്ന ഒന്നാമത്തെ ചിന്ത, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവിക അധികാരത്താൽ അവനെ നിറയ്ക്കും. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയിൽ നൽകപ്പെടുന്ന ദൗത്യം എന്താണോ ആ ദൗത്യം നിറവേറ്റുവാനുള്ള കൃപ ക്രിസ്തു ഈ വ്യക്തിയിൽ തീർച്ചയായിട്ടും നൽകും. ഇതൊരു ദൈവികമായ അധികാരമാണ്, ഒരു മാനുഷികമായ അധികാരമല്ല. ഈ നൽകുന്ന ശക്തി എന്ന് പറയപ്പെടുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്ക ഭാഗങ്ങൾ നൽകുന്നത് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള കൃപ കൂടി അവിടുന്ന് നൽകും എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ഈ ദൈവവചന ഭാഗത്ത് കാണുന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അവൻ അധികം ഈ ഭൂമിയിലെ പൊസഷൻസ് അധികം ആവശ്യമില്ല. അത് ചില വസ്തുക്കളാകാം, വസ്ത്രങ്ങളാകാം, ആർഭാടങ്ങളാകാം, ചില വ്യക്തികളാകാം, വാഹനങ്ങളാകാം, എന്തുമാകട്ടെ.
ഈ ഭൂമിയിലെ മറ്റൊന്നിനോടും അമിതമായ ആഗ്രഹം അവൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് എത്ര ചെരുപ്പുണ്ടാകണം, എത്ര വസ്ത്രമുണ്ടാകണം എന്നൊക്കെ കൃത്യമായി വചനത്തിൽ ഈ അപ്പസ്തോലന്മാരോട് ഈശോ നൽകുന്നുണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം മാത്രമാണ് ആശ്രയം. ഈ ഭൂമിയിലെ മറ്റൊന്നുമല്ല, ദൈവം മാത്രമാണ് അവൻ്റെ ആശ്രയം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ മദർ തെരേസയോട് ഒരിക്കൽ തൻ്റെ സ്നേഹിതരും മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് മദർ തെരേസ പറയാറുണ്ട്, ഒരു വ്യക്തി മദർ തെരേസയെ സമീപിച്ചിട്ട് പറഞ്ഞു, മദർ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകൾക്കെല്ലാം അതിനുള്ള ചെലവുകളെല്ലാം നൽകാമെന്ന് പറഞ്ഞപ്പോൾ മദർ തെരേസ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ സ്വീകരിച്ചാൽ ഞാൻ ദൈവത്തെ വിളിക്കാൻ മറന്നു പോകുമെന്ന്. അങ്ങനെ സ്വീകരിച്ചാൽ ഞാൻ ദൈവത്തെ വിളിക്കാൻ മറന്നു. അപ്പോൾ ദൈവമാണ് എൻ്റെ ആശ്രയം എന്ന് ചിന്തിക്കണമെങ്കിൽ ഭൂമിയിലെ വസ്തുക്കളോടുള്ള, ആർഭാടങ്ങളോടുള്ള, സുഖ സൗകര്യങ്ങളോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്, ഒരു അകൽച്ച ആവശ്യമാണെന്ന് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് ദൈവം തെരഞ്ഞെടുത്ത് പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി അയക്കുന്ന ക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ, ക്രിസ്തുവിൻ്റെ പുരോഹിതൻ, സമർപ്പിത ഇവരൊക്കെ കാണുമ്പോൾ ജനം കർത്താവിനെ കണ്ടുമുട്ടണം എന്നുള്ളതാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ജനം കർത്താവിനെ കണ്ടുമുട്ടണം. ഈ സുവിശേഷം ആർക്ക് വേണ്ടി ലഭിക്കപ്പെടുന്നുവോ അവർ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ശൈലിയിലേക്ക് വളർന്നു വരണം എന്നുള്ളതാണ്. സഭയിലെ വലിയ വിശുദ്ധനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരിക്കൽ തൻ്റെ സഹോദരനായ ലിയോയോട് പറഞ്ഞു, നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാം അസീസിയിലെ തെരുവുകളിൽ, നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാം അസീസിയിലെ തെരുവുകളിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും അസീസിയിലെ തെരുവുകളിലൂടെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലിയോ ചോദിക്കുകയാണ്, അല്ലയോ ഫ്രാൻസിസ്, നിങ്ങളല്ലേ പറഞ്ഞത് നമുക്ക് കർത്താവിനെ അസീസിയിലെ തെരുവുകളിൽ പ്രഘോഷിക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും ഇവിടെയുള്ള ദരിദ്രരായ പാവപ്പെട്ടവരോട് ഒരു വാക്കുപോലും നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ലിയോ ചോദിക്കുകയാണ്. മറുപടിയായി അസീസി ഇല്ലേ വിശുദ്ധ ഫ്രാൻസിസ് ലിയോയോട് പറയുന്ന ഹൃദയസ്പർശിയായ ഒരു കാര്യമുണ്ട്. അല്ലയോ ലിയോ, ഞാൻ കർത്താവിനെ പ്രഘോഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും ഈ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ദരിദ്രരായ ജനങ്ങളുടെ ഇടയിലൂടെ, ഈ പാവങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ അത് കാണുന്ന വ്യക്തിക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റും. അത് കാണുന്ന വ്യക്തിക്ക് കർത്താവിനെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഒത്തിരി വാക്കുകളിലൂടെയുള്ള പ്രഘോഷണത്തെക്കാളും ജീവിതം കൊണ്ടുള്ള പ്രഘോഷണമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും സ്വന്തമാക്കേണ്ടതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമതായി, ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അപ്പസ്തോലൻ, ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയിൽ അവൻ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ചില നഗരങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ അവഗണിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പോകുമ്പോൾ കാലിൻ്റെ പൊടി പോലും തട്ടിക്കളയാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഈ സുവിശേഷ പ്രഘോഷണത്തിൽ എല്ലാ കാലത്തും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ കാലയളവിലും ഈ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാം. ഒരു സമർപ്പിതൻ, ഒരു പുരോഹിതൻ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ, ഏത് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്കും അതിന് സമൂഹത്തിൽ നിന്ന് രണ്ട് പക്ഷമുണ്ടാകും. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമെന്നാണല്ലോ പൊതുവെ സംസാരം. അതായത് രണ്ട് രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാം. അപ്പോൾ അവിടെയും തളരാതെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ശിഷ്യഗണത്തിന് ഈശോ നൽകുന്നത്. ഈ ഞായറാഴ്ച സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ഞായറാഴ്ച ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിൽ സൂക്ഷിക്കാം. ഒന്നാമതായി, തിരഞ്ഞെടുത്തവൻ ക്രിസ്തുവാണെങ്കിൽ അധികാരവും ശക്തിയും നൽകി അവിടുന്ന് നമ്മളെ ബലപ്പെടുത്തും. രണ്ടാമതായി, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിലെ മറ്റൊന്നും ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കേണ്ടവനാണ്. മൂന്നാമതായി, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നവർ കർത്താവിനെ കണ്ടുമുട്ടുന്ന രീതിയിലേക്ക് വളർന്നു വരട്ടെ. നാലാമതായി, പ്രതിബന്ധങ്ങളും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ നഷ്ടധൈര്യരാകാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള കൃപ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കട്ടെ. ഇത്തരത്തിൽ കർത്താവിൻ്റെ മുഖം കാണിച്ചു നൽകുന്ന അനേകർക്ക് പൗരോഹിത്യത്തിലേക്കും സമർപ്പണത്തിലേക്കും അപ്പസ്തോലികമായ ഒരു ജീവിതത്തിലേക്കുമുള്ള വിളി നൽകി തിരഞ്ഞെടുക്കപ്പെട്ട ഈശോ അനേകരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപുരോഹിതനിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ആഴ്ചയും നല്ലൊരു ഞായറാഴ്ചയും ആശംസിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.